തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വേഗത്തിൽ കേരളം അസംബ്ലി ഇലക്ഷനിലേക്ക് പോവുകയാണ്. ഓരോ പാർട്ടികളും അസംബ്ലിയെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിലുള്ള ആശയ രൂപീകരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഓരോ മുന്നണിയും. രാവിലെ CPIM സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ഏതൊക്കെ നിലയിലുള്ള ആളുകൾ മത്സരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണം എന്ന തീരുമാനം കഴിഞ്ഞ തവണത്തെ മാത്രമായ ഒരു സവിശേഷമായ ഡിസിഷനായിരുന്നു. ഇത്തവണത്തെ ക്രൈറ്റീരിയ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇത്തവണ അതിൽ മാറ്റം ഉണ്ടാകുമെന്നതിന് സൂചനയാണ് അദ്ദേഹം നൽകിയത്. എന്ന് വെച്ചാൽ CPIMൽ നിന്ന് മുതിർന്ന ആളുകൾ വീണ്ടും മത്സര രംഗത്തേക്ക് വന്നേക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കോൺഗ്രസിൽ നിന്നും പഴയ വെറ്ററൻസ് മത്സരിക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. VM സുധീരൻ അദ്ദേഹം മത്സര രംഗത്തേക്കില്ല എന്ന് പറയുമ്പോൾ മുൻ KPC പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ മത്സരരംഗത്തേക്ക് വരാനുള്ള അവരുടെ സന്നദ്ധതയോ അല്ലെങ്കിൽ താല്പര്യമോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലുള്ള സ്ട്രാറ്റജീസ് പ്രധാനപ്പെട്ട പാർട്ടികൾ ബിൽഡ് ചെയ്യുക എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവിടെ ഉണ്ട്. രണ്ടാമത്തേത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും എടുക്കാൻ പോകുന്ന മുദ്രാവാക്യങ്ങൾ, അജണ്ട, അവർ മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രധാന വാദങ്ങൾ എന്താണ്? LDF കഴിഞ്ഞ തവണ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഒരു വശത്ത് അവരുടെ പാർട്ടിയുടെ സർക്കാരിൻ്റെ വികസന പദ്ധതികളും ഇപ്പുറത്ത് UDF എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് കൂട്ടുകക്ഷി സംഘമായി മാറി എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനാണ് UDF ശ്രമിച്ചത്. അതേ ഒരു കൈൻഡ് ഓഫ് സംഗതിയിലാണോ പോകാൻ പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യനും അവിടെ ഉണ്ട്. ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് CM പ്രകാശൻ മാസ്റ്റർ CPIMൽ നിന്ന്, VR അനൂപ് കോൺഗ്രസ് നേതാവ്, ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, ദാമോദർ പ്രസാദ് നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം CM പ്രകാശൻ, ഇത്തവണത്തെ സ്ട്രാറ്റജി എന്താണ് എന്ന കാര്യം തീരുമാനിച്ച് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഗോവിന്ദമാഷ് രാവിലെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. എന്ന് മാത്രമല്ല, പുതിയ ആളുകൾ മതി എന്നത് കഴിഞ്ഞ തവണത്തെ ഒരു തീരുമാനമായിരുന്നു. ഇത്തവണത്തെ തീരുമാനം വരാൻ പോകുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ CPIM കൂടുതൽ മുതിർന്ന നേതാക്കളെ അല്ലെങ്കിൽ മുൻനിരക്കാരെ അവതരിപ്പിക്കുന്നതായിരിക്കും ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം എന്നായിരിക്കുമോ പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഒരു ഉയർന്ന രാഷ്ട്രീയ സമരമാണ്. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 11 വർഷക്കാലമായി അധികാരത്തിലുള്ള BJP നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങളെയാകെ തന്നെ തകർക്കുകയാണ്. ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, ഇവയ്ക്കെല്ലാം എതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് BJPയുടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടന പോലും വെല്ലുവിളിക്കപ്പെടുകയാണ്. നിർഭാഗ്യവശാൽ അവരുടെ വർഗീയവും ജനവിരുദ്ധവുമായ ഈ നയങ്ങളെ ചെറുക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് കാര്യമായ നിലക്ക് മുന്നോട്ട് പോകാനാവുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നയങ്ങളിൽ BJPയും കോൺഗ്രസും തമ്മിൽ പല കാര്യങ്ങളിലും ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ളത് നമുക്കറിയാം. നേരത്തെയുള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആവിഷ്കരിച്ച അതേ ജനവിരുദ്ധ നിലപാടുകൾ തന്നെയാണ് മിക്കവാറും കാര്യങ്ങളിൽ 11 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റും തുടരുന്നത്. ഈ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന് ബദലായി ജനങ്ങളെ കാണുന്ന ജനകീയ ബദൽ നയങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന ജനവിരുദ്ധവും അതുപോലെ തന്നെ വർഗീയവുമായ നിലപാടുകളെ ചെറുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നണിയാണ് കഴിഞ്ഞ 9.5 വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇന്ത്യ രാജ്യത്ത് പല കാര്യങ്ങളിലും ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് 1957 EMSൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് ആരംഭിച്ച് സവിശേഷമായ ഒരുപാട് നേട്ടങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ കേരളത്തിൽ ഇനിയും കുറേ കൂടി മുന്നോട്ടേക്ക് പോകാനാവണം എന്നുള്ള കാഴ്ചപ്പാടാണ് LDFൻ്റെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM തന്നെ പിന്നീട് LDF നവകേരള വികസന കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ചത്. വരുന്ന ഒരു 4 നൂറ്റാണ്ട് കാലത്തിനുള്ളിൽ വികസിത രാജ്യങ്ങളുടെ നിലയോടൊത്ത് മലയാളിയുടെ ജീവിത സാഹചര്യങ്ങളെ വികസിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ് നവകേരളം എന്നുള്ള നിലക്ക് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന പരിപാടി. കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി വെല്ലുവിളികൾ, തൊഴിലില്ലായ്മയുടെ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിൽ തന്നെ ജോലി കൊടുക്കാൻ വേണ്ടി കഴിയാത്തതിൻ്റെ, വിദ്യാഭ്യാസ രംഗത്തെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ മുന്നേറ്റങ്ങളെ ഈ രാജ്യത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട വൈജ്ഞാനിക ഹബ്ബായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയേണ്ടതിൻ്റെ അങ്ങനെ മഹനീയമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ചെയ്യാനുണ്ട് എന്ന് നിങ്ങൾ കാണുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം. ശരി, ഓക്കെ, എനിക്കത് മനസ്സിലാവുന്നു. പ്രകാശ് മാഷ്, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്, LDF മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഈ കാലത്തെ ഭരണത്തിന്റെ മികവുകൾ എന്ന് പറയുന്ന സംഗതി ഒപ്പം മതനിരപേക്ഷ രാഷ്ട്രീയത്തിനുള്ള സംഭാവന എന്ന സംഗതിയാണ്. വ്യക്തികൾക്ക് അതിനപ്പുറമുള്ള പ്രാധാന്യമില്ല. ഇനിയിപ്പോൾ പിണറായി വിജയനെ പോലുള്ള ഒരാൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജോ സവിശേഷതയോ കിട്ടിയേക്കും. അതിനപ്പുറം
ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ അല്ലെങ്കിൽ പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ആളുകളെ അപ്പീൽ ഉണ്ടാക്കണമെന്ന നിർബന്ധമൊന്നും LDF ഇല്ല എന്നാണോ? അതോ ഈ പറയുന്ന ഭരണ മികവിൻ്റെ സെക്യുലർ ഐഡിയോളജിയുടെ കൂടെ കേരളത്തിന് സുപരിചിതരായിട്ടുള്ള സീനിയർ ലീഡേഴ്സ് കൂടി അണിനിരക്കുന്നതായിരിക്കുമോ നിങ്ങളുടെ ബ്രിഗേഡ് ഇത്തവണ ചോദിക്കായിരുന്നു? തീർച്ചയായും ജനങ്ങൾ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെ തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളും മാത്രമല്ല പരിഗണിക്കുക. വ്യക്തികളെ ആണല്ലോ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആരാണ് മത്സരിക്കുന്നത്, ആരാണ് നേതൃത്വം കൊടുക്കുക, ആ കാര്യങ്ങളെല്ലാം പരിഗണിക്കും. അതിനെല്ലാം പറ്റാവുന്ന നിലപാട് സ്വീകരിക്കാൻ കരുത്തില്ലാത്ത ഒരു മുന്നണി അല്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരളത്തിലെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, അധ്വാനിക്കുന്നവർക്ക്, സാമാന്യ ജനങ്ങൾക്ക് അവർക്കെല്ലാം സ്വീകാര്യമായ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നിലപാടും അതിന് പറ്റാവുന്ന നിലയിലുള്ള നേതാക്കന്മാരെയും അവതരിപ്പിക്കാനും മത്സരിപ്പിക്കാനും ഒരു പ്രയാസവും LDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നില്ല. ജനങ്ങൾക്ക് ആകെ സ്വീകാര്യമായിട്ടുള്ള ഒരു നിരയെ തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അതിന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തുക. ശരി, ദാമോദർ പ്രസാദ്, നോക്കൂ, ഇപ്പോൾ CPIMനെയും അല്ലെങ്കിൽ ഈ സർക്കാരിനെയും സംബന്ധിച്ച് ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് വിലയിരുത്തുന്ന പാർട്ടിയാണ് CPI. പിണറായി വിജയന്റെ സമീപനങ്ങൾ പോലും വലിയ തോതിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് CPI അഭിപ്രായപ്പെട്ടു. അവരുടെ CPI പ്രതിനിധികൾ അവരുടെ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടു. അപ്പം നോക്കൂ, ഇത് G സുധാകരനെ പോലെയുള്ള, ഐസക്കിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ പുറത്തിരിക്കുകയാണ്. ശൈലജ ടീച്ചർക്കാണെങ്കിൽ ക്യാബിനറ്റിൽ പ്രവേശനം ഇല്ലാതെ അവർ പുറത്ത് നിൽക്കുകയാണ്. മൊത്തം ഒരു പുതിയ നിരയാണ് ഉള്ളത്. ഈ പുറത്ത് നിൽക്കുന്ന ആളുകളാവട്ടെ വലിയ തോതിൽ സ്വീകാര്യതയുള്ളവർ ആയിട്ടുള്ളവരാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. CPM ഒരു സ്ട്രാറ്റജി ചേഞ്ച് എടുക്കുകയാണെങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒറ്റ മുഖത്തോടുള്ള വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ആ പ്രശ്നത്തെ മറികടക്കാൻ പറ്റുമോ? ശൈലജ ടീച്ചറെ മുൻനിർത്തുന്നു, ഐസക്കിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഇനിയിപ്പം അങ്ങേയറ്റം പോയാൽ G സുധാകരനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീനിയേഴ്സിനെ കൊണ്ടുവരിക വഴി ഒരു വ്യക്തിയോടുള്ള, ഒരു കേന്ദ്രത്തോടുള്ള വിയോജിപ്പിനെ മറികടക്കാൻ കഴിയുമോ പാർട്ടിക്ക്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രസ്താവിച്ചൊരു കാര്യമുണ്ട്. എല്ലാവർക്കും ഒരു പത്രസമ്മേളനമാണ്, 2 ടേമാണ് എനിക്കും ഉൾപ്പെടെ, എനിക്കും ബാധകമാണല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് ആ സമയത്ത് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞതാണ്. കാര്യം അന്ന് പറയുന്നൊരു കാര്യം, അന്ന് വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ഒരുപാട് പേര്, അവരൊന്നും അന്ന് 75 വയസ്സിലേക്കൊന്നും കടന്നിട്ടില്ല, അതിന് മുമ്പുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി നിർത്തി പുതിയൊരു നേതൃത്വനിരയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്ന് മുന്നോട്ട് വെച്ച ആശയം. വളരെ നല്ല ആശയം. അതിൽ മുഹമ്മദ് റിയാസ്, അതുപോലെ രാജേഷ്, അങ്ങനെ ഒരുപാട് പേര് കടന്നു വന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് പറയാവുന്ന കാര്യം, പുതിയൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന കാര്യം, ഇവരൊക്കെ പരിചയസമ്പന്നരായി കഴിഞ്ഞല്ലോ. ഇനി അപ്പോൾ അതുകൊണ്ട് ഇവരെ നിലനിർത്താൻ ഏറ്റവും നല്ല പറയാവുന്നൊരു ഉപായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാതൃകയിൽ ഇനി പരിചയസമ്പന്നരായ ആൾക്കാർക്ക് നമ്മൾ സ്പേസ് കൊടുക്കുന്ന പറയാം. അപ്പോൾ ഇവരൊക്കെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഈ ക്യാബിനറ്റിലുള്ള പല ആൾക്കാർക്കും അതുപോലെ ഇതാക്കാം. അപ്പോൾ അങ്ങനെ ഒരു തന്ത്രം സ്വാഭാവികമായിട്ട് CPM ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ G സുധാകരൻ, തോമസ് ഐസക്ക് തുടങ്ങിയ അവരൊക്കെ ഒരു 75 വയസ്സിന് ശേഷം വീണ്ടും രാഷ്ട്രീയ രംഗത്തേക്ക് വീണ്ടും വരുന്നത് CPM സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ബംഗാൾ മാതൃക നോക്കുകയാണെങ്കിൽ പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അന്ന് വെച്ച മാനദണ്ഡം. CPMൻ്റെ രാഷ്ട്രീയ ഘടകങ്ങളെ ഊർജ്ജവൽക്കരിക്കുക. അതേസമയം പ്രകാശ് മാഷ് ഉൾപ്പെടെ ഉള്ള വളരെ സീനിയേഴ്സും ഉണ്ട്. അവർക്കെല്ലാം ആ പ്രായം തികഞ്ഞിട്ട് അവർക്കെല്ലാം മത്സരിക്കാനുള്ള അവസരം, അതുപോലെ കണ്ണൂരിൽ നിന്ന് MV ജയരാജൻ പോലെ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതരായ ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പോൾ അവർക്കെല്ലാം ആ സമൂഹത്തിലും ആ അവരുടെ പ്രദേശങ്ങളിലൊക്കെ വലിയ അംഗീകാരം ഉണ്ട്. അവർക്ക് അവർ പോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ധാർമ്മിക സങ്കടമെന്നോ ധർമ്മസങ്കടം എന്നൊക്കെ പറയാവുന്ന ഒരു പ്രശ്നം ഇന്ന് CPMനെ സമയം അഭിമുഖീകരിക്കുന്നുണ്ട്. CPMൻ്റെ അകത്ത് ഉൾപാർട്ടി ചർച്ച, ഉൾപാർട്ടി ജനാധിപത്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാനപ്പെട്ടാണ്. പക്ഷേ ഉൾപാർട്ടി ജനാധിപത്യത്തെ വിഭാഗീയതയായിട്ട് ഒരു പൊതുബോധം CPMൻ്റെ അകത്ത് വിലയിരുത്തപ്പെട്ടോ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ട്. ഇത് നിരാകരിക്കാൻ, വിമർശിക്കാം. പക്ഷേ ഉൾപാർട്ടി ചർച്ച എന്നുള്ളത് വിഭാഗീയതയല്ല. എന്തുകൊണ്ടെന്നാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ വിലയിരുത്തൽ സംബന്ധിച്ച് CPM വിലയിരുത്തിയ പോലെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭരണപരമായ തിരിച്ചടി, അത് ലോക്സഭയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും അതിൻ്റെ ക്യാമ്പയിൻ മുഴുവൻ നയിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ കണ്ണടച്ചിരുട്ടാക്കാം. പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് മാധ്യമ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലൊക്കെ റെക്കോർഡ്സൊക്കെ പറഞ്ഞ് പല നേട്ടങ്ങളും പറയാൻ പറ്റും, കേരളത്തിന് പൊതു നേട്ടമായിട്ട്. പക്ഷേ പോലീസായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ ശുഭകരമല്ല, ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളതല്ല. പലതും ജനങ്ങളുടെ ഇടയിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുള്ളതാണ്. സമീപകാലം വന്ന എറണാകുളത്തുള്ള വാർത്ത ഉൾപ്പെടെ നടപടി എടുത്തുണ്ടാവാം. പക്ഷേ എങ്കിലും എല്ലാവരും ഓർക്കുന്ന കാര്യം, റീകോൾ ഫാക്ടർ എന്ന് പറയുന്ന കാര്യം മനോവീര്യം തകർക്കരുതെന്ന പ്രമാദമായ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്.
അപ്പോൾ മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രവർത്തനത്തെക്കുറിച്ച് കുലങ്കശമായിട്ടും വിമർശനാത്മകമായിട്ടും ജനം വിലയിരുത്തുന്നുണ്ട്. അത് സി പി ഐക്ക് മനസ്സിലായി. പക്ഷേ സി പി ഐനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വിലയിരുത്താനൊന്ന കാര്യം സുപ്രീം ലീഡറാണ് എൻ്റെ അകത്ത്. വളരെ അത് നമ്മളൊരു അംഗീകരിക്കാരം അത്തരമൊരു സ്റ്റാറ്റസുള്ള ലീഡർഷിപ്പ് സി പി ഐനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവിലില്ല. കാര്യം അതിൻ്റെ അവരുടെ ഇപ്പോൾ ഉദാഹരണത്തിന് മുമ്പ് കോടിയേരി ബാലകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ വി എസ് ഉള്ള കാലത്തും ആ ഒരു സ്റ്റേച്ചർ ലീഡർഷിപ്പ് ഉണ്ട്. പക്ഷേ ഇന്ന് ആ സ്റ്റേച്ചർ ലീഡർഷിപ്പ് ആരും തന്നെയില്ല. ഉള്ള MA ബേബി ആണെങ്കിൽ കേന്ദ്ര അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. കേരള ലീഡർഷിപ്പിനകത്ത് അങ്ങനെ ആരും തന്നെ മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കാൻ സംഘടനാപരമായിട്ടും ജനസ്വാധീനത്തും പൊതുജന ബന്ധങ്ങളെല്ലാം നിൽക്കാനുള്ള ഒരാളും ഇല്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ആ ഒരു ബഹുമാനപ്പെട്ട പിണറായിയെ സംബന്ധിച്ചോളം ആ ഒരു വസ്തു നിലനിൽക്കുമ്പോഴും ഈ ഒരു കാര്യം പ്രധാനം അദ്ദേഹത്തിനെതിരെ ഒരുപക്ഷെ സംസാരിക്കാനും വിമർശനം ഉന്നയിക്കാനും പോലും ആർക്കും ത്രാണി പോലും ഉണ്ടാവില്ല, നമുക്കറിയാം. അതേസമയം മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനപ്പെട്ട ഇലക്ഷനിൽ ഒരു ഫാക്ടർ. അപ്പോൾ ഈ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോടുള്ള പ്രവർത്തനങ്ങളുടെ എതിരഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡൈലമ ഇവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ചർച്ച ചെയ്യുന്ന വസ്തുതയുണ്ട്. കാര്യം മുഖ്യമന്ത്രി ഒഴിവാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സാധ്യതകൾ ആലോചിക്കാനായിട്ടുള്ള ഒരു ലീഡർഷിപ്പും തൽക്കാലത്തേക്കില്ല. അതേസമയം ഈ പലപ്പോഴും തോൽവിയുടെ ഒരു കാരണമായി വരുന്ന മുഖ്യമന്ത്രി പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട അഭിനന്ദന പ്രവർത്തനങ്ങളായതുകൊണ്ട് വിലയിരുത്താനും ഇവർക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു ധർമ്മസങ്കടം CPM സംബന്ധിച്ചോളം കാര്യമായിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നം അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ് എൻ്റെ അകത്ത്. കാര്യം മറ്റു ലീഡർഷിപ്പിനെ വളർത്തി കൊണ്ടുവന്നിട്ടില്ല. പറയുമ്പോൾ 2 വർഷം ഈ പരിചയസമ്പന്നരായ ചെറുപ്പക്കാരും അവർ പക്ഷേ അവർക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ എന്ത് തരത്തെ പെർഫോമൻസ് അവർക്ക് സാധിച്ചിട്ടുള്ളത്? ആരോഗ്യവകുപ്പിൽ നമുക്കറിയാം ഷൈല ടീച്ചറുണ്ടാക്കിയ സ്റ്റെല്ലാർ പെർഫോമൻസ് തന്നെയായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നറിയാം. ശേഷം തീർച്ചയായിട്ടും മാർജിനിലേക്ക് തള്ളപ്പെടുകയും വടകര തെരഞ്ഞെടുപ്പ് ഒഴിവിയ ശേഷം തീരെ ഒരു തരത്തിൽ പ്രതിച്ഛായ തന്നെ നഷ്ടം എന്ന് പറയുന്നത്. പ്രതിച്ഛായ എന്ന് അവരുടെ പ്രവർത്തനങ്ങളല്ല, പക്ഷേ ആ നിലയ്ക്ക് നേതൃത്വ നിരയൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. നമുക്ക് പിന്നീടുള്ള ഇന്നത്തെ ആരോഗ്യവകുപ്പായിട്ട് താരതമ്യം പോലും ചെയ്യുന്നില്ല. നമുക്കറിയാൻ പറ്റുന്ന അത്രയും സ്ഥിതിവിശേഷം നമ്മളതിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ തരത്തിലൊരു സ്റ്റെല്ലാർ പെർഫോമൻസ് ഉള്ള ഒരാളും ഇല്ല എന്നൊരു വസ്തുത ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരച്ചൊരു കാര്യം, എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഈ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഇതിൽ ആരെയാണ് ആ എക്സ്പീരിയൻസ് കാണിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്? മുഖ്യമന്ത്രി അവതരിപ്പിക്കാം, ശരിയാണ്. ഞാൻ പറഞ്ഞ നേരത്തെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടെങ്കിലും അതിൽ ആരാണ് എടുത്തു പറയത്തക്ക ഒരു പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് കാണിക്കാനുള്ളത് നമുക്കറിയില്ല. പിന്നെ പെർഫോമൻസ് മോശം ആരുടെയാണ്? മുഹമ്മദ് റിയാസിന്റെ വകുപ്പിൽ ഇപ്പോൾ കാര്യമായ കുഴപ്പങ്ങൾ നമ്മൾ കാണുന്നില്ലല്ലോ. വൃത്തിക്കൊക്കെ പോകുന്നില്ലേ? ഒരുവിധം വൃത്തിയായി പോകുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ P. രാജീവിന്റെ വകുപ്പ് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ കേട്ട വകുപ്പല്ല. ഇപ്പോൾ KN ബാലഗോപാൽ വലിയ തോതിലുള്ള ഞെരുക്കത്തിനിടയിലും കാര്യങ്ങൾ റൺ ചെയ്തുകൊണ്ട് പോകുന്നില്ലേ? നിഷാദ് പറഞ്ഞതിൻ്റെ വസ്തുത ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇതിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നൊരു തോന്നലും കൂടിയുണ്ട്. ആ പെർഫോം ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഒരുപക്ഷെ അവരെ സംബന്ധിച്ചോളം ആ ഒരു സാധ്യത വളരെ അടഞ്ഞു പോയതായിരിക്കാം ഒരുപക്ഷെ കാര്യം. ഞാനിവർ അഴിമതി നടത്തിയൊന്നും ആരോപണം ഉന്നയിക്കുന്നില്ല. അപ്പോൾ ആ നിലയ്ക്കൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെടും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ പറയുന്ന കാര്യം അടുത്ത ലീഡർഷിപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ നിലയിൽ അങ്ങനെ ഒരു ഉദാഹരണം ഫസ്റ്റ് ടൈമിനേക്കാൾ ആളുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ടൈം മാത്രമല്ല, VSനെ മിനിസ്റ്റർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അന്നത്തെ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. വളരെ അന്ന് വിഭാഗീയതയുടെ ഏറ്റവും രൂക്ഷമായ കാലഘട്ടത്തിൽ നമുക്കറിയാം മിക്കവാറും എല്ലാ മന്ത്രിമാരും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇലക്ഷനിൽ അത് തോറ്റെങ്കിൽ കൂടി വളരെ ഗ്രേസ്ഫുൾ ഡിഫൈറ്റ് നിലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റി. ഇന്ന് അതിനുള്ള സാധ്യതയില്ലാത്ത കാര്യം ഒരു സിംഗിൾ ലീഡർ ഒരു യാഥാർത്ഥ്യം ഒരു വ്യക്തി കേന്ദ്രിതമായ രാഷ്ട്രീയത്തിലേക്ക് CPM മാറിയതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. VR അനൂപ്, ഇപ്പം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി രാവിലെ പറയുന്നത് പഴയ ആളുകൾ അല്ലെങ്കിൽ വെറ്ററൻസ് അല്ലെങ്കിൽ എന്താ പറയുക സീനിയേഴ്സ് മത്സരിക്കുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് മതിപ്പുണ്ടായിരുന്നുകൊണ്ടാണ് രണ്ടാമത് ഗവൺമെൻറ് വന്നത്, തർക്കമില്ല. നിങ്ങൾ കിറ്റെന്നൊക്കെ പറയുമെങ്കിലും ഒന്നാമത്തെ സർക്കാരിൽ വലിയ തോതിൽ പോപ്പുലറായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ G. സുധാകരൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടാമത്തെ സർക്കാരിനെ പെർഫോമൻസിനെ കുറിച്ച് ഇപ്പോൾ ഈ ഇലക്ഷനിലൊക്കെ ആളുകൾക്ക് കുഴപ്പം തോന്നുന്നത്. അവരതിലേക്കൊരു തിരിച്ചുപോക്കിൻ്റെ സൂചന കൊടുത്താൽ ജനത്തിന് പിന്നെ ഒരു ഹോപ്പ് ഉണ്ടാവില്ലേ? നിഷാദെ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മിനുക്ക് പണികൾ കൊണ്ട് പരിഹരിക്കാവുന്നതല്ല ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ 10 കൊല്ലത്തെ ഭരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഭരണത്തെ ജനങ്ങളുടെ മുൻപിൽ സമ്പൂർണ്ണമായി ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻപ് 1957 ആദ്യത്തെ സർക്കാർ മുതൽ CPM ഭരിക്കുമ്പോൾ LDF ഭരിക്കുമ്പോൾ അതിനെതിരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് പാർട്ടിയുടെ കൈകടത്തലാണ്. പക്ഷേ ഇവിടെ പാർട്ടി നിഷ്പ്രഭമായി. കൈകടത്താൻ പാർട്ടി പോയിട്ട് പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇടപെടാൻ
ഒരു വ്യക്തിയും തയ്യാറാകാത്ത, പിണറായി വിജയൻ ഒരു വ്യക്തിപരമായ കേന്ദ്രീകരണത്തിലേക്ക് എല്ലാ അധികാരവും പിണറായിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും പിണറായി സമം പാർട്ടി എന്ന ഫോർമുലയിലേക്ക് എത്തുകയും ഈ പറയുന്നത് പിണറായിസം എന്നൊരു വാക്ക് അൻവർ പ്രയോഗിച്ചതാണെങ്കിൽ കൂടി അതൊരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇവിടെ പിണറായി എല്ലാം തീരുമാനിക്കുന്നു, പിണറായിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഭരിക്കുന്നു, പിണറായിയുടെ കാര്യത്തിൽ ചർച്ചയില്ല, പിണറായിയോട് കാര്യങ്ങൾ പറയാൻ ആളുകൾ ഭയക്കുന്നു. ഈ പാർട്ടിക്കകത്ത് ആത്മാർത്ഥമായി പ്രകാശൻ മാസ്റ്റർ പറയുന്നതാണോ എന്നറിയില്ല, ഈ സംഘപരിവാറിനെതിരെയുള്ള ബദലാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കാര്യങ്ങൾ വിലയിരുത്തുന്നില്ലേ? സംഘപരിവാറിനെതിരെയുള്ള ബദൽ എന്നുള്ള പ്രതീതി ആദ്യഘട്ടത്തിലൊക്കെ ജനിപ്പിക്കാൻ ഈ പറയുന്ന കേരളത്തിലൊരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താണ് യാഥാർത്ഥ്യം? സംഘപരിവാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പോലും നടത്തിപ്പുകാരായി വരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുകയും അങ്ങനെ ഒരു വകുപ്പിലെ കാര്യമല്ലല്ലോ, ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ് വരെ എല്ലാ വകുപ്പുകളിലും സംഘപരിവാറിൽ നിന്ന് വ്യതിരക്തമായൊരു നയം നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല സംഘപരിവാർ നയങ്ങളുടെ നടത്തിപ്പുകാരായി മാറി. എന്താണ് അതിൻ്റെ കാരണമെന്ന് പരിശോധിക്കും. നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ പ്രതിസന്ധിയായി മാറി എന്നുള്ളതാണ്. ഒരു സർക്കാരിനെ കുറിച്ച് താങ്കൾ ചില വകുപ്പുകൾ നടന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ധനകാര്യ മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ കടം മേടിച്ച് കാര്യം നടത്താൻ ആർക്കും കഴിയുന്നേ? ഒരു ഭരണത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താ? ലോ ആൻഡ് ഓർഡറാ, ആഭ്യന്തര വകുപ്പാ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ വിദ്വേഷ പ്രസ്താവനകൾ നിർബാധമുണ്ടാവുകയും അതിനകത്ത് സർക്കാർ സംവിധാനം മുഴുവൻ നിശബ്ദമാവുകയും ചെയ്ത കാലഘട്ടമുണ്ടോ? ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ വിദ്വേഷത്തിനെതിരെ ബില്ല് കൊണ്ടുവരികയാണ്. ഇവിടെ ഒരു FIR പോലും ഇടാൻ കഴിയുന്നില്ലെന്നേ. ഇവിടെ വളരെ കൃത്യമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. സംഘപരിവാറിനെതിരെ ഒരു ബദൽ, ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ള ചില പ്രതീതികളിലാണ് കേരളത്തിലെ ഇടതുപക്ഷം നിലനിന്നതെങ്കിൽ ആ പ്രതീതികൾ പൊളിഞ്ഞു പോവുകയും CPM യഥാർത്ഥ സ്വഭാവത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വളരെ കൃത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ എക്സ്പോസ് ചെയ്യാൻ അതിൻ്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ അധികം പണിപ്പെടേണ്ട കാര്യമില്ല. CPM സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കില്ലേ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുമ്പോഴും CPM-ൻ്റെ സെക്രട്ടറി മുതൽ CPM-ൻ്റെ അവസാനത്തെ കേഡറിന് വരെ അങ്ങനെ വെള്ളാപ്പള്ളിയൊക്കെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുമോ? ചില പ്രസ്താവനകൾക്കല്ലേ കുഴപ്പമുള്ളൂ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഒരു സംഘപരിവാർ ബോധം ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് നയിക്കുന്ന സർക്കാരായി ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളതല്ല യാഥാർത്ഥ്യം. ഇതിനകത്ത് എന്താണ് കാര്യം? യഥാർത്ഥത്തിൽ CPM പിണറായി വിജയൻ LDF വിഭാവന ചെയ്തത് എന്താ? ഒരു വശത്ത് CPM-ഉം മറുവശത്ത് LDF-ഉം BJP-യും എന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കുകയും കോൺഗ്രസിനെ തന്നെ ഈ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്ന് പറയുന്ന BJP ഒക്കെ പറയുന്ന കോൺഗ്രസ് വിമുക്ത കേരളം സാധ്യമാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയും പക്ഷേ സത്യത്തിൽ CPM-ൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സംഘപരിവാറിലേക്ക് BJP-യിലേക്ക് ഒഴുകുന്ന കാഴ്ചയല്ല നമ്മൾ കാണുന്നത്. വളരെ കൃത്യമായി അത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എല്ലാ രംഗങ്ങളിലും ഈ പറയുന്ന അഴിമതി ഇല്ല എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? പലപ്പോഴും ആദ്യത്തെ സർക്കാർ വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കൊറോണ സൃഷ്ടിച്ച, പ്രളയം സൃഷ്ടിച്ച, മറ്റ് പ്രചരണങ്ങൾ സാധ്യമല്ലാത്ത ജനങ്ങൾ ഭരണകൂടത്തെ ആശ്രയിച്ച, ഭരണകൂടത്തിലൊരു രക്ഷകനെ നേടിയ സന്ദർഭത്തിൽ മാത്രമാണ് കേരളത്തിലെ ഈ പറയുന്ന മാറി മാറി ഭരിക്കുന്ന മുന്നണികൾ എന്നുള്ള സ്വഭാവത്തെ തകർത്തത്. അല്ലാതെ ആ CPM-നുള്ള സമ്പൂർണ്ണമായ അംഗീകാരമാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ടെന്നേ. ഞങ്ങളെ സംബന്ധിച്ച് ഈ കൊറോണ വരുന്നു, ഈ പ്രളയം വരുന്നു, ആ അവസാന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പറ്റിയൊരു പരാജയമാണ്. പക്ഷെ ഇപ്പോൾ ഒരു പ്രചാരണ PR സർക്കാരിന്റെ ആകമാനമുള്ള പെർഫോമൻസിനെ ജനം ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വ്യക്തികളുടെ വരവിനും പോക്കിനും വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നാണ് അനൂപ് പറയുന്നത്. ഷാബു പ്രസാദ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയ്ക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വലിയ തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി. ഭരണരംഗത്ത് ഒരു സമ്പൂർണ്ണമായ പരാജയമാണ് സർക്കാർ എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല. അവർക്ക് ഒരുപാട് നേട്ടങ്ങളും അവകാശപ്പെടാനുള്ള ഒരു ഗവൺമെന്റുമാണ്. പക്ഷെ അവർ തോറ്റുപോയി എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഒരു ടോളറൻസ് ലെവൽ കഴിഞ്ഞു തോന്നുന്നു ഈ ഇലക്ഷൻ റിസൾട്ട് കണ്ടാൽ. അങ്ങനെയാണ് ഇപ്പോൾ തോന്നുക. പക്ഷെ അതിനെ മറികടക്കാൻ LDF-ന് കഴിയുമോ? അതിൻ്റെ ഒരു സാധ്യത താങ്കൾ എങ്ങനെ കാണുന്നു? അതോ ഇതിൻ്റെ ഒരു മൊത്തം കേരളത്തിൻ്റെ ഒരു മൂഡ് അതാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്? എന്തായിരിക്കും വരാൻ പോകുന്നത്? അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജീസ് LDF-ന് എന്താണ് ഈ പ്രശ്നത്തെ മാനേജ് ചെയ്യാൻ എടുക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്? ഞാൻ സത്യസന്ധമായിട്ട് പറയാം നിഷാദേ. അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, ഒരു വർഷത്തിനിടയിൽ നടന്ന 2 തെരഞ്ഞെടുപ്പ്, ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത്. ഈ 2 തെരഞ്ഞെടുപ്പിലും LDF-ന് വളരെ ഭീകരമായ രീതിയിലാണ് തിരിച്ചടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പില് LDF-ന് വലിയ തോതിൽ ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല.
ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആദ്യ രാജ്യം ഭരിക്കണം എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. അതൊരു ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അജണ്ടയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന്റെ അജണ്ട വേറെയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് ഗ്രാമപഞ്ചായത്തുകൾ, ആ രീതിയിൽ നടക്കണം. അതിൻ്റെ അകത്ത് ഈ രണ്ട് കാര്യത്തിലും, രണ്ട് വിഷയത്തിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ പൂർണ്ണമായും വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. എന്നാൽ കേരളം ആര് ഭരിക്കണം എന്ന ചോദ്യവുമായി വരുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഞാനതിനെ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇനിയും ഇപ്പം നിഷാദിനറിയാലോ, എത്ര നാളായി നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്നു. എൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഒരു രാഷ്ട്രീയ നിലപാടോ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്, ഒരു സംശയമില്ലാത്തത്. അദ്ദേഹത്തിനോടുള്ള കടുത്ത എതിർപ്പും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കമ്മ്യൂണിസം എന്ന ആ ആശയത്തോടുമുള്ള എൻ്റെ എല്ലാ വിരോധവും നിർത്തി തന്നെ ഞാൻ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു ഹൈറ്റില് പിണറായി വിജയനോടൊപ്പം എത്താൻ കഴിയുന്ന വേറൊരു ലീഡർ ഇന്ന് കേരളത്തിലില്ല. കരുത്തിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങളെ ആര് നയിക്കണം എന്ന് ചോദിച്ചാൽ കരുത്തുള്ളവൻ നയിക്കണം എന്ന ഒരു അഭിപ്രായം പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന സംഭവം, ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ സർക്കാർ 100% ജനവിരുദ്ധമാണ്. അവർ അഴിമതി നിറഞ്ഞതാണ്, സ്വർണ്ണക്കൊള്ളക്കാരാണ്. അങ്ങനെ ഒരുപാടുണ്ട് ആരോപണങ്ങൾ. നമ്മൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അവസാനിക്കൊന്നുമില്ല. ഇത്രയധികം അവസരങ്ങൾ, ഇത്രയധികം കാര്യങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം, ഔദ്യോഗിക പ്രതിപക്ഷമായ കോൺഗ്രസ്, UDF പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്ന ഒരു സംഭവം വ്യക്തമായി ശരിയായ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഇനി മറ്റൊരു ഫാക്ടർ ഇവിടെ, ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നടന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ലഹരിയിലാണ് ഇപ്പൊ കോൺഗ്രസ്. ഇപ്പൊ താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, സീനിയർ നേതാക്കന്മാരെല്ലാം മത്സരിക്കാനായിട്ട് വരികയാണ്. ആർക്കും കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ ഒന്നും പോകണ്ട. അവിടെ പോയിട്ട് ഇനി ഒരു കാര്യമില്ല, ഇനി അടുത്ത കാലത്തൊന്നും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇനി ഒരു ഭരണം കിട്ടാൻ സാധ്യതയുള്ളത്, ആ ഭരണത്തിന്റെ ആനുകൂല്യം, അതിന്റെ ഒരു സുഖശീതളമയിൽ കഴിയാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കേരളമാണ്. എല്ലാവരും കേരളത്തിലേക്ക് മത്സരിക്കാനായിട്ട് വരികയാണ്. അതായത് അവർ അടുത്ത വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടിലാണ് അവർ നിൽക്കുന്നത്. ഇത് അവർക്കുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ചില്ലറയൊന്നുമല്ല. ഇത് പല വട്ടം ചരിത്രം തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അവർ വിജയം ഇനിയിപ്പോ മാറ്റർ ഓഫ് 2-3 months ടൈം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു സംഭവം വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അതിശക്തമായ ഒരു സംഘടനാ സംവിധാനമുണ്ട്. അവർക്ക് ഒരു ഡാമേജ് കൺട്രോൾ എക്സർസൈസ് ചെയ്യാനുള്ള സമയം അവരുടെ മുമ്പിലുണ്ട്. അവരത് ഏത് ലെവല് വരെ വേണമെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ CPM-ന് ഒരു മടിയുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് എത്ര വൃത്തികെട്ട മാർഗവും അവർ നോക്കുകയും ചെയ്യും. എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കണം, ആ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റി അവരെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കുകയും വേണ്ട. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അടുത്ത എന്റെ മുമ്പിൽ ഞാൻ കാണുന്നുണ്ട് ഒരു കാര്യം, അതിനുള്ള ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. ഒരു 3ാം പിണറായി സർക്കാരിന്, ഒരു 3ാമത്തെ അതിന്റെ ഒരു ഫാക്ടർ ആവാൻ പോകുന്ന സംഗതി എന്താണ് ഷാബു പ്രസാദ്? അതായത് പിണറായി വിജയൻ ഒരു ടവറിംഗ് ഫിഗർ ആയതുകൊണ്ട് ജയിച്ചോളും എന്ന് കേരളത്തിൽ അതുമാത്രം ഒരു ഫാക്ടറാക്കി കാണാൻ പറ്റും? UDF-നെ ആൾക്കാരെ ഒരു നേതാവിനെ കണ്ടിട്ട് മാത്രമാണോ വിജയിപ്പിച്ചിട്ടുള്ളത്? UDF എന്ന് പറഞ്ഞാൽ പലതരം സാമൂഹിക സംഘങ്ങളുടെ ഒരു സമഞ്ജസ സമ്മേളനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. അതിനകത്ത് ടവറിംഗ് ലീഡർഷിപ്പ് അല്ല. അതിനകത്ത് മുസ്ലിം ലീഗ് ഉണ്ട്, കത്തോലിക്ക സഭയുണ്ട്, പലതരത്തിലുള്ള സാമൂഹിക സംഘങ്ങളുടെ ഏകോപനമാണ്. ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. കെ കരുണാകരൻ കേരളം കണ്ട ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ളൊരു
പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ആയിരുന്നു കെ കരുണാകരൻ. നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത്ര വലിയ ഒരു സ്റ്റാൾവർട്ടായിരുന്നു. ആ ഒരു ലെവലുള്ള ഒരു UDF ആരെങ്കിലും ഉണ്ടോ? അതിന് സത്യത്തിൽ കെ കരുണാകരന് ശേഷം കേരളത്തിൽ ഇത്രയും ആ പവർഫുൾ ആയിട്ടുള്ള സതീശൻ എന്നൊരു നേതാവുണ്ട്, രമേശ് ചെന്നിത്തല എന്നൊരു നേതാവുണ്ട്, KC വേണുഗോപാൽ എന്ന നേതാവുണ്ട്. എന്തുമാത്രം നേതാക്കൾ എന്ന് മാത്രവുമല്ല, സമാനതകളില്ലാത്ത ഐക്യം പ്രകടമാക്കിക്കൊണ്ട് അവർ പോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. പഴയ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ കാലുഷ്യങ്ങളൊന്നും ഇപ്പൊ അതിനകത്ത് കേൾക്കാനുമില്ല. അതുകൊണ്ടല്ലേ ജനം അവരെ അധികം കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഒക്കെ കൊടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഈ കോർപ്പറേഷൻ അതിലൊരു വലിയ വിജയമാണ് നേടിയത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സത്യമാണത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇവിടെ എല്ലാം തീർന്നു എന്നുള്ള ആ ഒരു ചിന്തയുടെ ബലത്തില് അവർക്ക് പോയേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് അവർ വിജയിക്കുകയും ചെയ്തു, സംശയമൊന്നുമില്ല. UDF നല്ലപോലെ ആ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു. ഞാൻ അതല്ല പറഞ്ഞത്. ആ വിജയത്തിന്റെ ലഹരിയിലാണ് അവരിപ്പോ ഒരു ഓവർ കോൺഫിഡൻസിലാണ്. ഇത് അവരുടെ ഇടയിലെ ഭരണവിരുദ്ധതയാണല്ലോ ഈ തോൽവിക്ക് ഘടകമായിട്ടുള്ള സംഗതി. CPI പോലും സമ്മതിക്കുന്നത് ഭരണവിരുദ്ധത ഒരു ഘടകമായി കിട്ടാൻ പോകുന്നു അല്ല. ഞാൻ പറഞ്ഞത് CPIയുടെ പോലും വിശകലനത്തിൽ ഭരണവിരുദ്ധത പ്രകടമായിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഷാബു പ്രസാദ് വിചാരിക്കുന്നതാണ്, ആ ഭരണവിരുദ്ധതയ്ക്കും മേലെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫാക്ടർ ഇവിടെ ഉണ്ടാവും. അതാണോ വെള്ളാപ്പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ആ സംഗതി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് കാണുന്നു. ഞാൻ അതിന്റെ സാധ്യതകളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല അതിനുള്ള ഞാൻ വളരെ തികച്ചും പ്രായോഗികമായി, അതായത് പ്രാക്ടിക്കലായിട്ട് മുമ്പിൽ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ആ ഒരു ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. അനൂപ് നോക്കൂ, ഷാബു പറഞ്ഞത് അതൊരു ടവറിംഗ് ലീഡർ എന്ന് പറയുന്ന സംഗതി ഉള്ളത് അപ്പുറത്താണ്. കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുകയും ആളുകൾ നോക്കുമ്പോൾ പ്രൊഫഷണലായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനം അവിടെയാണുള്ളത്. സർക്കാരിന്റെ ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഉറപ്പായിട്ടും അവർക്ക് വിശദീകരിക്കാനുണ്ട്. ഇപ്പോഴെയുള്ള ഒരു ചർച്ച ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. VD സതീശനാണോ? രമേശ് ചെന്നിത്തല ആയിരിക്കും? അല്ല, KC വേണുഗോപാൽ. അദ്ദേഹം ദേശീയ നേതാവായിട്ട് കൂടി ഫുൾ ടൈം കേരളത്തിലെ പരിപാടികളിലാണ്, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അധികാരത്തിന്റെ ഒരു പ്രകാശത്തിന്റെ കണിക കണ്ടു തുടങ്ങിയപ്പോഴേ അവകാശ തർക്കത്തിന്റെ ആളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ പ്രൊഫഷണലിസവും അൺപ്രൊഫഷണലിസവും കേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള പാർട്ടിയും ശിഥിലമാക്കപ്പെട്ട സംവിധാനങ്ങളും തമ്മിലുള്ള പോരാട്ടം എന്നൊക്കെയുള്ള വിശകലനത്തെ എടുക്കുന്നുണ്ടോ? അല്ല, സംഘപരിവാർ സഹയാത്രികനായ ഷാബു പ്രസാദ് അദ്ദേഹം പറയുന്നത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും കരുത്തനായ നേതാവെന്ന് പറയുന്നത് യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഈ കരുത്തിനോടുള്ള അഭിനിവേശം, ആരാധന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരത്തിൽ നിന്ന് വരുന്നതാണ്. അവരുടെ നേതാവ് ആരാ? 56 ഇഞ്ചിൻ്റെ നെഞ്ചളവുള്ള നരേന്ദ്രമോദിയാണ്. ഇവിടെ ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയനാണ്. ഇത്തരം കരുത്ത് എന്ന് പറയുന്ന അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ടവറിംഗ് എന്ന് അദ്ദേഹം പറയുന്ന ഇത്തരം കരുത്തുകളിലല്ലാതെ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. ഒരു പാർട്ടി ഒരു നേതൃത്വം എന്ന് അവിടെ മോദിയും ഇവിടെ പിണറായിയും പറയുന്ന നേതൃത്വ ശൈലിയിലെ അല്ല ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാലത്തും കോൺഗ്രസ് എന്ന് പറയുന്നത് ഏക വ്യക്തി കേന്ദ്രീകൃതമല്ല. അദ്ദേഹം കെ കരുണാകരനെ കുറിച്ച് പറഞ്ഞു. കെ കരുണാകരൻ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. പക്ഷേ അപ്പോഴും കെ കരുണാകരൻ ഒരു കാലത്തും കോൺഗ്രസിനകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിട്ടില്ല. കോൺഗ്രസിനകത്ത് വിമതസ്വരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AK ആന്റണി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും കെ കരുണാകരനും AK ആന്റണിയെ പോലെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ ഉള്ള സമയത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി കേരളത്തിൽ മത്സരിച്ചിട്ടില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത്തരം ഒരു ഏകശിലാത്മകമായ ഒരു നേതാവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ല കേരളത്തെ സംബന്ധിച്ചെങ്കിലും എന്നുള്ളത് യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കില്ലേ? ഇവിടെ വളരെ കൃത്യമായി ഞങ്ങൾ മുന്നോട്ട് വെച്ചത് എന്താ? ഞങ്ങൾ ഈ നേതൃത്വം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന പിണറായി വിജയൻ വലിയ പർവ്വത സമാനനായ നേതാവായി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പാർട്ടി അനുഭാവികൾക്കിടയിൽ പോലും അദ്ദേഹം അപ്രിയനായിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഈ പറയുന്ന നിഷാദിനറിയാമല്ലോ, മൊത്തത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും പൊതുവിൽ കണക്കാക്കുന്നൊരു കണക്കുണ്ട്. എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും UDFന് കോൺഗ്രസിൻ്റെ ഒരു മുൻതൂക്കം. അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അടിത്തട്ടിലെ തെരഞ്ഞെടുപ്പാണ്. അവിടെ LDF എന്ന് പറയുന്ന ഒരു പൊതു കണക്ക്, ഒരു പൊതു വിശകലന രീതിയുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതകരമായി ആരും കാണാറില്ല. പക്ഷേ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുകയാണ്.
4 മാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു റിസൾട്ടാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാളും മുകളിലായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഇത്ര വലിയൊരു വിജയം, അപ്രതീക്ഷിതമായ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷം അധികാരത്തിലില്ലാത്ത പാർട്ടി, അതിൻ്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനം വാരിക്കോരി നൽകിയെങ്കിൽ പിണറായി വിജയനെ മുൻനിർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന പിണറായി വിജയൻ്റെ നേതൃത്വം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. പിണറായി വിജയൻ ഇങ്ങനെ കരുത്തനായി ഇരട്ടച്ചങ്ങനായി നിൽക്കുകയും അദ്ദേഹം ഒരു തിരുത്തലിന് തയ്യാറില്ലാത്ത നേതൃത്വമാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്. അദ്ദേഹം ഈ സമയത്തും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് വിമർശനങ്ങൾ വരുമ്പോഴും മുന്നണിക്കകത്ത് വിമർശനങ്ങൾ വരുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്താ? വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതാണ് ശരി, ഞാൻ പിണറായി വിജയനാണ്, ഞാൻ ബിനോയ് വിശ്വമല്ല എന്ന് പറയുന്ന ഈ കരുത്താണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഷാബു പ്രസാദ് ഉദ്ദേശിച്ചെങ്കിൽ ഈ കരുത്തിനെ കേരളം ചോദ്യം ചെയ്യാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു നേതാവ് എന്ന് പറയുന്നത് എന്താ? ഒരിക്കലും നമ്മൾ വലിയ കാര്യമായി പറയാറുണ്ട്, എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ നിലപാട് തെറ്റാണെന്ന് കണ്ടാൽ അപ്ഡേറ്റ് ചെയ്യണം, നിലപാട് നിരന്തരം പുതുക്കപ്പെടണം. ഇത് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഷാബു പ്രസാദിന്റെ രാഷ്ട്രീയം നമുക്കറിയാം. അദ്ദേഹം എന്താണ് BJP പൊളിറ്റിക്സിനെ പിന്താങ്ങുന്ന ആളാണ്. അപ്പോൾ BJP ഓർ BJP സിംപതൈസേഴ്സ് ആൻഡ് BJP പ്രവർത്തകർ ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ പരാജയം കാണണമെന്ന് ആഗ്രഹിക്കുന്നതിന് വേറെ രാഷ്ട്രീയം ഉണ്ടാവുമോ? തീർച്ചയായും ഇപ്പോൾ BJPയെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും അവർ യോജിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് വിരുദ്ധതയാണ്. ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വശത്ത് BJPയും ഒരു വശത്ത് CPMുമായിട്ടുള്ള ഈ പറയുന്ന ഒരു ബൈനറിയിലേക്ക്, ഒരു ദ്വന്ദ്വ നിർമ്മാണത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ മനസ്സാണെന്ന് അത് പരാജയപ്പെടുത്തിയത്. ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് എന്താ? ഈ പറയുന്ന CPMലെ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട അണികൾ, അനുഭാവികൾ BJPയിലേക്ക് പോകുമ്പോൾ തന്നെ അതിനകത്ത് മതേതര മനസ്സുള്ള ആളുകൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയും CPM തിരുത്തപ്പെടണമെങ്കിൽ CPM തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ അനുഭാവികളെ കൂടി ചേർത്താണ് ഞങ്ങൾക്ക് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ കൃത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആവർത്തിക്കുകയാണ്. കരുത്ത് എന്ന് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഷാബു പ്രസാദ് വിശ്വസിക്കുന്ന ഇടത്താണ് CPMന്റെ ദൗർബല്യം, CPMന്റെ പ്രകാശൻ. ഇപ്പം നിങ്ങൾ തദ്ദേശത്തിൽ തോറ്റിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ, കോർപ്പറേഷനിലൊക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ ശ്രദ്ധേയമാണല്ലോ. അതെന്ന് വെച്ചാൽ തീരെ ഹൈപ്പർ ലോക്കൽ തോൽവിയാണെന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അവിടെ നിന്ന് നിങ്ങൾ ഏത് വഴിക്ക് കരകയറുമെന്നാണ് നിങ്ങളുടെ വിശ്വാസം? നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണത്തിൻ്റെ മേന്മകൾ മുഴുവൻ പ്രചരിപ്പിച്ച, ഇലക്ഷന് തൊട്ട് മുൻപ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച, നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം നിങ്ങൾ ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് വെള്ളാപ്പള്ളി നടേശൻ സ്ട്രാറ്റജി അതിൻ്റെ കൂടെ നിങ്ങൾ ഒരുപോലെ കൊണ്ടുവന്നു. വർക്കായില്ലല്ലോ. ഇനി അത് അടുത്ത ഒരു 3 മാസം കഴിയുമ്പോൾ നേരെ തിരിയുമെന്ന് വിചാരിക്കുന്ന കോൺഫിഡൻസ് എന്താണ്? അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ പരാമർശിച്ച ചില കാര്യങ്ങളിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അധികാരവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് അധികാരം ജനങ്ങളെ സേവിക്കാനുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അതിന് സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇതുവരെ അധികാരം സ്വീകരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി സ്ഥാനം വെള്ളിത്തലകയിൽ വച്ചു നീട്ടപ്പെട്ടിട്ട് എല്ലാ പാർട്ടികളും ചേർന്ന് അത് വേണ്ടെന്ന് വെക്കാൻ ആർജവം കാണിച്ച പാർട്ടിയാണ് CPIM. ഇവിടെ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും നിരവധി ദിവസങ്ങൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വന്ന് കേന്ദ്ര ഗവൺമെന്റിൽ പങ്കാളിത്തം ആവാം, എത്ര മന്ത്രിമാരെയും ആവാം എന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് വെക്കാൻ കരുത്തു കാണിച്ച പാർട്ടിയാണ് CPM. തമിഴ്നാടും ആന്ധ്രയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ ഏതാണ്ട് 8 സ്റ്റേറ്റുകളിൽ ഗവൺമെന്റിലേക്ക് ക്ഷണിക്കപ്പെട്ട് ഞങ്ങൾ ഇല്ല എന്ന് പറയാൻ കരുത്തുള്ളൊരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് മറ്റിപ്പോൾ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾക്കൊന്നും അത്തരം കാര്യം ആലോചിക്കാനേ ആവില്ല. പിന്നെ എന്തുകൊണ്ടാണ് പിണറായിയെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ മുന്നോട്ടേക്ക് വരുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല. അവർക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ് പിണറായി വിജയനാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കാര്യം നല്ലതുപോലെ ബോധ്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് രണ്ടുത്തരവില്ല. ഏറ്റവും സീനിയർ ആയിട്ടുള്ള PB അംഗം ഈ കേരളത്തിലെ പ്രസ്ഥാനത്ത് നയിക്കുന്ന സഖാവ് പിണറായിയാണ്. അതുകൊണ്ട് പിണറായിയെ ശരിപ്പെടുത്തിയാലല്ലാതെ LDFനെയോ CPMനെയോ തകർക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് വട്ടമിട്ട് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ഏജൻസികൾ, അതുപോലെ തന്നെ ഇവിടെ BJPക്കാർ, കോൺഗ്രസ്, UDF, ലീഗ്, അവർക്ക് വേണ്ടി ശ്രമിക്കുന്ന മാധ്യമങ്ങൾ, അവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ വട്ടമിട്ട് ആക്രമിക്കുന്നത്. അദ്ദേഹം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാത്ത ഒരാളല്ല. എത്രയോ കാലമായിട്ട് കേരളത്തിന് പരിചിതമായിട്ടൊരു മനുഷ്യനാണല്ലോ സഖാവ് പിണറായി. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരൊക്കെതിരെ വെച്ചായിരുന്നു ആക്രമണം? ബിരിയാണി ചെമ്പിനകത്തുള്ള സ്വർണം കടത്തലും അതുപോലെ കൈതോലപ്പായും
അതുപോലെ ഈ ഈത്തപ്പഴത്തിനകത്തുള്ള സ്വർണവും ഖുറാനകത്തുള്ള സ്വർണ്ണക്കടത്തുമെല്ലാം ഇവിടെ EDയും അതുപോലെ CBIയും എല്ലാം ഉന്നയിച്ചത് ആർക്കെതിരായിട്ടാണ്? ഇതേ സഖാവ് പിണറായിക്കെതിരായിട്ടല്ലേ? പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് സഖാവ് പിണറായി അറിയാം. അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാണ്ട് 10-60 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ കൂടെയുണ്ട്. മർദ്ദനം ഏറ്റുവാങ്ങിച്ചും ത്യാഗങ്ങൾ സഹിച്ചും അവരെ നയിക്കാൻ മുന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിച്ച് അദ്ദേഹത്തെ ശരിപ്പെടുത്തി അങ്ങനെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്നുള്ള അവരുടെ പ്രതീക്ഷ അത് വൃദ്ധാവിലാകാൻ വേണ്ടി മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഗവൺമെന്റ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുള്ളത് പോലെയാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ? അക്കാലത്ത് എത്രയാ ലോക്കപ്പ് മരണം, എത്രയാ ഭീകരമായ ലാത്തിച്ചാർജുകൾ, എത്ര കേന്ദ്രത്തിലാണ് വെടിവെപ്പുകൾ. എന്നാൽ പിന്നിട്ട് പോയ 9.5 കൊല്ലക്കാലമായിട്ട് ലോക്കപ്പ് മരണമില്ല, വെടിവെപ്പില്ല, സംഘടിതമായിട്ട് ആക്രമണങ്ങളില്ല. കേരളം ഈ പറയുന്ന ആഭ്യന്തര സമാധാനത്തിന്റെ രംഗത്ത് മറ്റേതു സ്റ്റേറ്റിനേക്കാളും മികവാർന്ന നിലയ്ക്ക് നിൽക്കുന്നു. വികസനത്തിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞില്ല. ആരോഗ്യ മേഖല 860 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചതാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് 2015-16. ഇപ്പോൾ ചെലവഴിക്കുന്നത് 8640 കോടിയാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ അതിന്റെ 10 ഇരട്ടി ആളുകൾ ആശുപത്രികളെ സമീപിക്കുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ താലൂക്ക് ആശുപത്രികളിൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് ഈ കേരളം മാറുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഒരൊറ്റ ദിവസം പോലും വൈദ്യുതി കട്ടില്ലാത്ത ദിവസം ഉണ്ടായിരുന്നില്ലെങ്കിൽ 9.5 കൊല്ലക്കാലമായിട്ട് പവർ കട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നു. അതുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 10 ലക്ഷം കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുന്നു. വികസനത്തിന് വസന്തകാലത്ത് ഈ കേരളം പിന്നിടുന്നു. NHന്റെ വികസനം, ഗ്യാസ് പൈപ്പ് ലൈനിന്റെ വികസനം, അതുപോലെ തന്നെ ഇവിടെ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നീക്കം, അതുപോലെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വികസനത്തിന് വസന്തകാലത്ത് ഈ കേരളം പിന്നിടുകയാണ്. ജനക്ഷേമത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ മുന്നോട്ടേക്ക് പോയ മറ്റൊരു ഗവൺമെന്റ് ഉണ്ടോ? ഇപ്പൊ കഴിഞ്ഞ 3 കൊല്ലക്കാലം എടുത്ത് പരിശോധിച്ചാൽ പ്രകാശ് മാഷേ, ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായി വിശദീകരിച്ചതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് മാത്രമല്ല ക്ഷേമ പദ്ധതികളിൽ വലിയ വർധന കൊണ്ടുവരികയും ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ തദ്ദേശത്തെ അഭിമുഖീകരിച്ചത്. പക്ഷെ ആ തദ്ദേശത്തിൽ നിങ്ങൾക്ക് തോൽവിയുണ്ടായി. അപ്പൊ സെയിം സ്ട്രാറ്റജി എങ്ങനെ 3 മാസം കഴിഞ്ഞ് അതേപോലെ വർക്കാവുമെന്ന് നേരെ യു ടേൺ വരും തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. നിങ്ങൾ 2010 ഇതിനേക്കാൾ ഗുരുതരമായ പിന്നോട്ട് പോക്ക് ഏറ്റുവാങ്ങിയതാണ് LDF. പക്ഷെ 2011 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, വോട്ടിന്റെ കാര്യത്തിലും സീറ്റിന്റെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി എന്ന് മാത്രമല്ല 2 സീറ്റിലാണ് നിങ്ങൾ ഗവൺമെന്റില്ലാതെ പോയത്. അതുകൊണ്ട് അതൊരു മഹാകാര്യമാണ് എന്നും നിങ്ങൾ വിചാരിക്കുന്നില്ല. പിന്നെ ആകെ തകർന്നു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കരുത്ത്, അതിന്റെ അടിത്തറ അതുപോലെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കാര്യം എന്താ? BJP വലിയ നിലക്ക് മുന്നേറിയിരിക്കുന്നു അല്ലല്ലോ. BJPയുടെ വോട്ടിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു കഴിഞ്ഞ 24 തെരഞ്ഞെടുപ്പായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. 24 താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സീറ്റ്, വോട്ട് അവയെല്ലാം വർദ്ധിച്ചിരിക്കുന്നു. ഏതാണ്ട് 7% വോട്ടിന്റെ വർധന, അതുപോലെ 14 ലക്ഷം വോട്ടിന്റെ വർധന, അതെല്ലാം LDF ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തോ LDF തകർത്തിരിക്കുന്നു, BJP മുന്നോട്ടേക്ക് വരുന്നു എന്നെല്ലാം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വസ്തുതയല്ല. എന്നാൽ ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. തീർച്ചയായിട്ടും ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടാവുന്നതിന്റെ കാരണം ഞങ്ങൾ പരിശോധിക്കും. ഇവിടെ ഞങ്ങൾക്കെതിരായിട്ട് ആരെയെല്ലാമാണ് യോജിപ്പിക്കുന്നത്? വർഗീയതയെ പൂർണ്ണമായിട്ട് ഒരുമിപ്പിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയും കോൺഗ്രസും പരസ്പരം സഹായിച്ചുകൊണ്ടല്ലേ BJPയുടെയും കോൺഗ്രസിന്റെയും ജയമുണ്ടായിരിക്കുന്നത്? എത്ര കേന്ദ്രങ്ങളിൽ അത് ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ സ്വീകരിച്ചതാണോ നിങ്ങളുടെ സമീപനം? UDFന്റെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വെൽഫെയർ പാർട്ടിയും എല്ലാം ഇന്ന് കോൺഗ്രസിന്റെ ഭാഗമാണ്, കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തിനകത്ത് വർഗീയത ഉണ്ടാക്കുന്ന വിപത്തിനെ പരിഗണിക്കാൻ നിങ്ങൾക്ക് താല്പര്യം എന്താ? UDFന് എങ്ങനെയും അധികാര കസേര നേടിയെടുക്കണം. അതിനുവേണ്ടി ദാമോദർ പ്രസാദ് നോക്കൂ, ഇവിടെ CPIM സെയിം സ്ട്രാറ്റജിയിലാണ് ഉള്ളത്, സെയിം സ്ലോഗനിലാണ് അവരുള്ളത്, ഒരേ അജണ്ട, ഒരേ മുദ്രാവാക്യം. അപ്പൊ അത് തദ്ദേശത്തിൽ പ്രവർത്തിക്കാത്തത് നിയമസഭയിൽ പ്രവർത്തിക്കും. നമുക്ക് തദ്ദേശത്തിൽ പിണറായി വിജയൻ മാറണമോ വേണ്ടേ എന്നുള്ള തെരഞ്ഞെടുപ്പല്ല, എന്നിട്ടുകൂടി അവർക്കെതിരായി വോട്ടുണ്ടായി. നിയമസഭയിലും പിണറായി വിജയൻ മാറണമോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഇലക്ഷനാണ്. അതിൽ ഈ പറയുന്ന ഈ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, SDPI എന്നൊക്കെ പറയുന്ന സംഗതികൾ, ഒപ്പം അതിനകത്ത് വെള്ളാപ്പള്ളി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു തരംഗം, ഇതെല്ലാം കൂടെ വേറെ തരത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് CPM വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം സെയിം സംഗതി അവർ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണല്ലോ, ഇന്നുകൂടി അതാണ് കാണുന്നത്. സോ അതിൻ്റെ ഒരു മറ്റൊരു പ്രതിഫലന സാധ്യതയെ താങ്കൾ എടുക്കുന്നുണ്ടോ? പ്രകാശം മാഷ് ഈ പറഞ്ഞതിൽ വസ്തുതകളായിട്ട് ചില കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ പവർ കട്ടായി ബന്ധപ്പെട്ട കാര്യം, കസ്റ്റഡി ഡെത്ത് എന്ന് പറയുന്നത് വെറുതെയാണ്. അത് എനിക്ക് തോന്നുന്നു അനൂപിനെ മറ്റു വിശദീകരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. കസ്റ്റഡി ഡെത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് മറന്നുപോയതുകൊണ്ടായിരിക്കും. ചില പ്രകാശം മാഷ് മറന്നുപോയി, അതായത് മാഷ് മറന്നു പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ ചില കാര്യങ്ങൾ വസ്തുവികസനപരമാണ്. പക്ഷേ അപ്പോൾ വികസനപരമായി CPM പറയുന്ന വസ്തുപരമായ നേട്ടങ്ങൾ, ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ, എന്നിട്ടും എന്തുകൊണ്ട് 2 തവണ തോറ്റു?
അപ്പോൾ ഒരു ഫാക്ടർ മറ്റെന്തോ ഒരു ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടർ എന്താണ്? അത് അന്വേഷിക്കുക. അതെന്തുകൊണ്ടാണ് അഭിസംബോധന ചെയ്യാൻ മടിക്കുന്നത്? അപ്പോൾ ഒരു ഫാക്ടർ ഉണ്ട്. അത് ജനവുമായിട്ടുള്ള ബന്ധത്തിൽ, ഒരു സംവേദന തലത്തിലെ ബന്ധത്തിൽ, നിങ്ങളുടെ ഭരണനിർവഹണ ബന്ധത്തിൽ ഒരു അകൽച്ചയുണ്ട്. അതിനോടൊരു എന്താണ് നിങ്ങളുടെ അസഹിഷ്ണുതാപരമായ പെരുമാറ്റം പലപ്പോഴും ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഇതാണ് ഈ അഭിസംബോധന ചെയ്യുക യാഥാർത്ഥ്യം. അപ്പോൾ ഈ മറ്റൊരു ഫാക്ടർ ഇത്രയും പെർഫോം ചെയ്യുന്ന ഇപ്പോൾ പലതും വസ്തുതകൾ തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ജനങ്ങളൊരു മതിപ്പുണ്ടാവുന്നില്ല? അത് ഈ തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പിലും ഏതെങ്കിലും തരം മതിപ്പ് കണ്ടേ? ഈ ലോക്സഭയിൽ എപ്പോഴും എല്ലാ കാലത്തും CPM പിന്നോട്ട് പോയി എന്നൊക്കെ അവർ വെറുതെ കണ്ട കാര്യം. 2009 CPM വളരെ മുന്നേറിയിട്ടുള്ളതാണ്. അതൊക്കെ അങ്ങനെ നെഗറ്റീവ് ഒന്നുമില്ല. എല്ലാ UDF അടി കിട്ടിയ ലോക്സഭ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ട്. VS ക്യാമ്പയിൻ ചെയ്ത തെരഞ്ഞെടുപ്പിലൊക്കെ അടി വളരെ മുന്നിട്ട് LDF പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ അങ്ങനത്തെ വെറുതെ ഇല്ലാത്ത കഥ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണ്ട. ഷാവ് പ്രസാദ് പറയുന്നത് സത്യത്തിൽ ഇതിൽ ഏറ്റവും ആത്മാർത്ഥമായി സംസാരിച്ച ഷാവ് പ്രസാദ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു BJPയുടെ ഒരു ഹൃദയവേദന കേൾക്കാം. ആ ഹൃദയവേദന വെച്ചിട്ടുണ്ടെങ്കിൽ BJP പ്രതീക്ഷിച്ച വോട്ടിൽ നിന്ന് താഴെ പോവുകയും അതിൻ്റെ ത്രഷോൾഡ് വോട്ടിൽ നിന്ന് താഴെ പോയി നിൽക്കുകയും ചെയ്യുന്ന അതിദയനീയമായ സ്ഥിതിയിൽ എത്തിപ്പെട്ടു. അതിദയനീയമായ സ്ഥിതിയിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ പോലും അതിദയനീയമായ സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിൻ്റെ ഒരു തീസിസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ത്രഷോൾഡ് വോട്ടിൻ്റെ പുറത്ത് BJP വോട്ട് പിടിക്കുകയാണെങ്കിൽ UDF തോൽക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല കാലം തൃശ്ശൂരൊക്കെ പല നോക്കുകയാണെങ്കിൽ മറ്റു ചില കാലം വ്യക്തിപ്രഭാവം കൊണ്ടും കരുവന്നൂർ തെരഞ്ഞെടുപ്പ് കൊണ്ടൊക്കെ കുറേ UDF വോട്ടുകൾ ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ടാവാം. അവിടെ മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇത് പൂരം കലക്കലൊക്കെ പോയിട്ടുണ്ടാവാം. അതൊക്കെ തിരിച്ചറിവോടി കോൺഗ്രസ്സിലേക്ക് തന്നെ മടങ്ങി വരുന്ന യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ആ ആത്മാർത്ഥമായൊരു വിലയിരുത്തൽ ഇതിൻ്റെ അകത്തിൻ്റെ കാര്യം. മറ്റൊരു ഓപ്ഷനില്ല. അപ്പോൾ ഇന്ന ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? നേരത്തെ അനൂപ് സൂചിപ്പിച്ചിട്ടുണ്ട് കാര്യം. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞെങ്കിൽ സ്ട്രോങ് മാൻ പേഴ്സണാലിറ്റി അഫിനിറ്റിയാണ്. സ്ട്രോങ് മാൻ അത് ആഗോളമായിട്ട് അങ്ങനെയാണ്. അത് പുതിയ കാര്യമൊന്നുമില്ല. ആഗോളമായിട്ട് സ്ട്രോങ് മാൻ എഫിനിറ്റി ഉണ്ട്. കേരളത്തിൽ ശരിയാണ്. കോൺഗ്രസിന് ഇപ്പോൾ AK ആൻ്റണിയെ പോലെ നേതാവിനെ കേരളം മുഖ്യമന്ത്രിയാക്കിയിട്ടാണ്. എന്ത് സ്ട്രോങ് മാൻ അദ്ദേഹം. ഉമ്മൻചാണ്ടി എന്ത് സ്ട്രോങ് മാനാണ്. കേരളത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് നമ്മൾ കണ്ടാണല്ലോ, മരണാനന്ദ യാത്രയപ്പ്. അപ്പോൾ PS അങ്ങനെ സ്ട്രോങ് മാനായിരുന്നില്ല, ജനകീയനായിരുന്നു, സ്ട്രോങ് മാനായിരുന്നില്ല. അപ്പോൾ സ്ട്രോങ് മാൻ പേഴ്സണാലിറ്റി ഒരു വലതുപക്ഷത്തിൻ്റെ ഒരു പൊതു ട്രേറ്റാണ്. അത് ഈ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും ട്രേറ്റാണ്. അതിനുള്ള എഫിനിറ്റി, അതിനുള്ള എന്തോ ഒരു തരം ഒരു ഈ ആത്മരതി തുല്യമായിട്ടൊന്നൊരു ഫീലുണ്ട്. അത് എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. അതൊരു വലതുപക്ഷ കാഴ്ചപ്പാടാണ്. അത് എല്ലാവർക്കും സ്വീകാര്യ കാര്യം. അതിനുള്ള ശക്തമായ എതിർപ്പുകൾ ഇന്ത്യ കണ്ടിട്ടുണ്ട്. ഇത്ര സ്ട്രോങ് മാൻ. മൻമോഹൻ സിംഗ് സ്ട്രോങ് മാൻ ആയിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ എതിർപ്പല്ല ഈ വോട്ടെടുപ്പിൽ വന്നത് നമുക്കറിയാം. 2 തവണ അവർക്ക് അധികാരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന കാര്യം, ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ആളാണ്. പക്ഷേ ഇവിടെ ചോദ്യം, CPM ഏത് കാലത്ത് ഒറ്റൊരു നേതാവ് ഉണ്ടായിരുന്നത്? അത് പ്രകാശ് മാഷിനോട് പറയട്ടെ. ഇപ്പോൾ VSൻ്റെ കാലത്ത് പിണറായി അപ്പുറത്തുണ്ടായിരുന്നു, കോടിയേരി ഉണ്ടായിരുന്നു. ഞാൻ പ്രകാശ് മാഷോട് ക്ലാസ് എടുക്കാൻ പോയാൽ പ്രകാശ് മാഷ് എന്നെ ഇവിടുന്ന് ഓടിപ്പിക്കും. പ്രകാശ് മാഷ് അറിയാത്ത ചരിത്രം എനിക്കറിയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം നോക്കുന്ന ഒരു സാധാരണ വിദ്യാർത്ഥിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാ കാലത്തും അതിൻ്റെ ടോപ്പ് മോസ്റ്റിൽ 2 or 4 നേതാക്കൾ ഒരേപോലത്തെ ഉണ്ടായിരുന്നു. EMS ഉള്ള കാലത്ത് എത്ര പേരുണ്ട്? K. ദാമോദരനുണ്ട്, CH മേനോനുണ്ട്, MN ഗോവിന്ദൻ നായരുണ്ട്, ഒരുപാട് പേരുണ്ട്, AKG. എല്ലാ കാലത്തും അങ്ങനെ ടോപ്പ് മോസ്റ്റിൽ ഒരേപോലെ നിൽക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ഇന്ന് അതില്ല എന്നാണ് സത്യസന്ധമായിട്ട് പ്രകാശ് മാഷ് അംഗീകരിക്കുന്നത്. അങ്ങനെ ഒരാളേ ഉള്ളൂ. അതെങ്ങനെ സംഭവിച്ചു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ സംഭവിച്ചു? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർഷിപ്പ് കേന്ദ്രീകൃത പാർട്ടിയാണോ? കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സങ്കല്പം തന്നെ. ഒരു ഏക വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടിയും ഐഡിയോളജിയും അല്ലത്. അപ്പോൾ കളക്റ്റീവ് ലീഡർഷിപ്പിലേക്ക് ഒരു വ്യക്തി കേന്ദ്രീകൃതമാണോ? അപ്പോൾ വ്യക്തികളെ ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നത്. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ വിമർശനം വിലയിരുത്തപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് വിലയിരുത്തപ്പെടാൻ പറ്റുന്നില്ല? ആ വിലയിരുത്തപ്പെടാൻ പറ്റുന്ന സ്ഥലത്താണ് ഈ ഒരു പരാജയത്തിൻ്റെ ഫാക്ടർ നിൽക്കുന്നത്. കാര്യം സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ആരംഭിക്കുന്ന ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ വിമർശനമാണ്, ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൻ്റെ വിമർശനമാണ്, തോൽവിയുടെ സത്യസന്ധമായിട്ട് അഭിമുഖീകരിക്കുകയാണ്. കാര്യം ജനങ്ങൾ ഏതിപ്പോൾ പറയാം, സെൻട്രലൈസ് തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര 2019 പറഞ്ഞു, അല്ല 2024 പറഞ്ഞു ശേഷം ഇത് ഡീസെൻട്രലൈസ്ഡാണ്. പക്ഷേ ഈ പോയി വോട്ട് ചെയ്യുന്ന വോട്ടർമാർ ഒരാൾക്കാരല്ല. അപ്പോൾ അവർ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ വോട്ടർമാർക്ക് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് മാറി മറിയാം. ആ ഇൻഡിക്കേഷൻ എന്താണ് മനസ്സിലാക്കാൻ വിമുഖത കാണിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, ശാവപ്രസാദ്. അതായത് ഒരു വസ്തുതയായിരിക്കും. ഒരുപക്ഷെ അത് വേറെ റീഡ് ചെയ്താൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കടുത്ത CPM വിരോധത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടി കാണാൻ പറ്റും. അതായത്
ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് നമ്മുടെ പഞ്ചായത്തിന് ശേഷം കോൺഗ്രസിൻ്റെ വിജയലഹരി എന്ന് പറയുന്ന കാര്യം സൂക്ഷിക്കാൻ കോൺഗ്രസിനോട് പറയാം. അതൊരു CPM വിരോധമായ കാര്യം വരുന്ന കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലഹരി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി ഓർഗനൈസ് പ്രവർത്തിക്കൂ. കാര്യം ഈ CPM ഗവൺമെൻറ് താഴെ ഇറക്കേണ്ടതാണ്. ഞങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റില്ല. കാര്യം BJP എന്തായാലും ഒരു നിരാശപരമായ സ്ഥിതിയിൽ കേരളത്തിൽ. അതുകൊണ്ട് കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെ അമിത ആത്മവിശ്വാസം കാണിക്കുന്നൊരു നെഗറ്റീവ് അദ്ദേഹം പറയുന്നത് ഒരു തരത്തെ കോൺഗ്രസിന് ഗുണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ CPM വിരുദ്ധ രാഷ്ട്രീയം വളരെ കൃത്യമാണ് അതിൻ്റെ അകത്ത്. പക്ഷേ അതേസമയം സ്ട്രോങ് മൈ അഫിനിറ്റി ഒരു ഭാഗത്തുണ്ട് താനും. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വലിയ പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. കാര്യം രാഷ്ട്രീയ പാർട്ടികൾ പ്രവചനം നടത്താൻ അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു സൂചനകളുണ്ട് ഇതിൻ്റെ അകത്ത്. ആ സൂചന എന്ന് പറയുന്നത് ഭരണത്തോടുള്ള ഒരു വിലയിരുത്തലാണ്. അത് വികസന നേട്ടവും ക്ഷേമത്തിനപ്പുറം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഒരു ജനാധിപത്യ ബോധ ജനത്തിന് വേറെ പല കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊപ്പം മാറുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ അകത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് പലതവണ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. കാര്യം 3 മാസം വളരെ നിർണായകം തന്നെയാണ്. വളരെ നിർണായകം. ഈ 2011 തെരഞ്ഞെടുപ്പ് പറയുമല്ലോ, ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശേഷമാണ് തിരിച്ച് വന്നതെന്ന് പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് മറുപടികൾ പിന്നെ വരുന്ന ഇതിനകത്ത് BJP അനുഭാവികൾക്ക് ഒപ്പം CPM-നും ഒരുപോലെ കോൺഗ്രസ് ശത്രുവാകുന്നു. കോൺഗ്രസിന്റെ തകർച്ചയാണ് രണ്ടുപേരും സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് ടവറിംഗ് ലീഡറായിട്ടുള്ള പിണറായി വിജയൻ വീണ്ടും വരുമെന്ന് താങ്കൾ പറയുന്നത്. അത് ഉള്ളാലെ ഉള്ളൊരു മോഹത്തിന്റെ പ്രകടനമാണ് എന്നാണ് ഒരു മറുപടി വന്നത്. നിഷാദെ, ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കറിയാം, ഞാനൊരു കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. ഈ ചെകുത്താൻ പാർട്ടി മുടിഞ്ഞു പൊണ്ടാരടങ്ങണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിലൊരു സംശയമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ ഞാൻ എൻ്റെതായ വിലയിരുത്തി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ അഭിപ്രായമാണ്. അതാണ് ഇനിയിപ്പം അതിനെ ഏതർത്ഥത്തിൽ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെയൊക്കെ സൗകര്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഇവിടെ BJPയുടെ കാര്യം, BJPയുടെ നിരാശയെ പറ്റിയൊക്കെ ഇദ്ദേഹം ബഹുമാനപ്പെട്ട ദാമോദർ പ്രസാദ് പറഞ്ഞു. സത്യത്തിൽ ഇവിടെ ഇപ്പൊ ഈ ശരിയാണ്, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ടിന്റെ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് കുറഞ്ഞു. ഒരു കാര്യമുണ്ട്, BJPയുടെ ഫോക്കസ് എവിടെയായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ? BJPയുടെ മുഴുവൻ മെഷീനറിയുടെയും ഒരു പ്രധാന ഫോക്കസ് തിരുവനന്തപുരം കോർപ്പറേഷനായിരുന്നു. പിന്നെ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇന്നും BJPയുടെ ഫോക്കസ് പോയിട്ടേ ഇല്ല. ആ ഫോക്കസ് ഏരിയയിൽ എവിടെയാണോ BJP ഫോക്കസ് ചെയ്തത്, ആ ഫോക്കസ് ഏരിയയിൽ BJP വിജയിച്ചിട്ടുണ്ട്. നല്ല പോലെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫോക്കസ് ഏരിയയിൽ. കാര്യം BJPയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ചിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ആ ഒരു ഫോക്കസ് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ചില പോക്കറ്റുകളിൽ കൃത്യമായ ഫോക്കസോടുകൂടി വർക്ക് ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ട് ഇവിടെ കണ്ടു. അത് BJPയുടെ തന്ത്രമായിരുന്നു. അപ്പൊ എന്ത് പറ്റും, ഫോക്കസ് ഇല്ലാത്ത ഏരിയയിൽ ആ വോട്ടുകൾ കുറഞ്ഞു. അവിടെ സ്വാഭാവികമായിട്ട് അത് ടോട്ടൽ വോട്ടിംഗ് പെർസെന്റേജിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു. അതാണ് കണ്ടത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഉള്ള BJPക്കുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഇനി ഒരു 3 മാസം മുമ്പിൽ കിടക്കുകയാണ്. ഈ 3 മാസം മുഴുവൻ വളരെ ഡിസിസീവ് ആയിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ പൂർണ്ണ അധികാരം BJPയുടെ കയ്യിലിരിക്കുകയാണ്. അവർക്ക്, അതായത് അതിലേക്ക് കേരളം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു കാര്യവുമാണ് തിരുവനന്തപുരം. അവിടെ BJPക്ക് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ, BJPയെ ജയിപ്പിച്ചാൽ എന്താണ് ഗുണം എന്നുള്ള വളരെ വ്യക്തമായ ഒരു സന്ദേശം BJPക്ക് ജനങ്ങൾ എടുത്തു കൊടുക്കാൻ കഴിയും. ഇനിയിപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും BJP ഇപ്പൊ പറയുന്നുണ്ട് ഭരണം എന്നൊക്കെ, അതെല്ലാ പാർട്ടിയും പറയും. പക്ഷേ BJP ഫോക്കസ് ചെയ്യുന്നത് ചില മണ്ഡലങ്ങളാണ്. വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത മണ്ഡലങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഫോക്കസ് ചെയ്ത് ചില ഏരിയയിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ അത് വർക്കൗട്ട് ആകും എന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ ആ തന്ത്രം BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടരും. സംശയമൊന്നുമില്ല. BJPയുടെ സാധ്യതകൾ തുറക്കപ്പെടുകയാണെന്നാണ് ഷാബു പറയുന്ന ഒരു പോയിന്റ്. പ്രകാശ് മാസ്റ്റർ, ഇപ്പൊ നിങ്ങൾ അടുത്ത 3 മാസത്തെ സമയം വളരെ നിർണായകമാണ്. ജനങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുണ്ടായിട്ടുള്ള ഒരു അവമതിപ്പിനെ മറികടക്കാനുള്ള വലിയ പരിശ്രമം നടത്തേണ്ടുന്ന ഒരു ഘട്ടമാണ്. യെസ് പ്രകാശ് മാസ്റ്റർ, ഈ അടുത്ത 3 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മുൻ മന്ത്രിയായിരുന്ന ഒരാൾ, തിരുവനന്തപുരത്തെ നിങ്ങളുടെ ഒരു MLA ഒരു നാണംകെട്ട തട്ടിപ്പ് കേസിൽ 3 വർഷം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത തിരിച്ചടിയുമായിട്ടാണ് ഈ ദിവസം നിങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്ന് കാണുന്നില്ലേ? ഇതിന് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാത്തവരല്ല കേരളീയർ. കേരളം ഇന്ന് എങ്ങനെയാണ് രാജ്യത്തിനും ലോകത്തിനുമാകെ മാതൃകയായത് എന്നുള്ളതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കിനെ കൃത്യമായ നിലക്ക് അറിയുന്നവരാണ് മലയാളി.
അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ച് വരുന്നത് ചില വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ആസ് എ ഹോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലതുപോലെ ബോധ്യമുള്ളവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ചില പോരായ്മകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞങ്ങൾ തിരുത്തും. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജനങ്ങളെ കാണാൻ വേണ്ടി ജനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. അവർക്ക് എന്താണ് ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അതെല്ലാം ക്ഷമാപൂർവ്വം കേട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമുള്ളതില്ല. കാരണം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും ആ തെറ്റ് ആർജവത്തോടെ ഏറ്റുപറയാനും അത് തിരുത്താൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനും തിരുത്താനും കരുത്തുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ലോകത്തെവിടെയും സംബന്ധിച്ചെല്ലാം വ്യക്തിപ്രഭാവം ഒരു കാരണവശാലും പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമീപനമാണ്. മെക്കാനിസം തന്നെ നമ്മുടെ പാർട്ടിക്കകത്തുണ്ട്. വരുന്ന നേതാക്കന്മാർ എങ്ങനെയാണ് വ്യക്തിപ്രഭാവം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ചൈനയിൽ മാവോണ്ട്, ക്യൂബയിൽ ഫിഡലുണ്ട്, അതുപോലെ തന്നെ റഷ്യയിൽ ലെനിനുണ്ട്, ചൈനയിൽ മാവോസത്തുണ്ട്. അപ്പോൾ പ്രവർത്തനങ്ങളിലൂടെ മഹാന്മാരായിട്ട് ഉയർന്നു വരുന്ന ആളുകളുണ്ടാവും, സ്റ്റേറ്റുകളിലുണ്ടാവും, രാജ്യങ്ങളിലുണ്ടാവും. അതുകൊണ്ട് അതിനെ ചൂണ്ടിക്കാണിച്ച് എന്തോ അവർ വളരെ മോശക്കാരാണെന്ന് പറയുന്നത് ന്യായമായിട്ടൊരു കാര്യമല്ല. ആന്റണി രാജു വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. CPIM ഈ 3 മാസക്കാലം കൊണ്ട് മറികടക്കാൻ പോകുന്നത് എങ്ങനെ, ഇപ്പോഴത്തെ പ്രതിസന്ധി എന്നതിന് കാത്തിരുന്ന് കാണണം. എനിക്ക് അനൂപ് ഒരിക്കൽ കൂടി വരാൻ പറ്റില്ല, സമയം കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു പ്രകാശ് മാസ്റ്റർ. ഒപ്പം തന്നെ VR അനൂപ്, ഷാബു പ്രസാദ്, ഒപ്പം തന്നെ സി ദാമോദർ പ്രസാദ്.